നമ്മൾ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് സാഞ്ചുറി ഓഫ് ട്രൂത്തിൽ നിന്നാണ്. നമ്മുടെ ഗൈഡ് ഇപ്പോൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുക. ഗൈഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓൾറെഡി ഗസ്റ്റ് എല്ലാം ഉള്ളിലുണ്ട്. ഗൈഡും കൂടെ വന്നതിന് ശേഷം, ടിക്കറ്റ് എടുത്ത് ഗൈഡ് കൂടെ വന്നതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറും. സാഞ്ചുറി ഓഫ് ട്രൂത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കൺസ്ട്രക്റ്റിംഗ് ആണ്. സ്റ്റിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് സാഞ്ചുറി ഓഫ് ട്രൂത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പിളാണ്. പക്ഷേ ഇത് ഇത്ര ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ വളരെ അമേസിംഗ് ആയിട്ടുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് ആ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ഒത്തിരി അതിനകത്ത് കാണാനുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമുക്കൊരു മാപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിയുമ്പോണ്ടല്ലോ, ഫസ്റ്റ് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ വരുന്നത്. ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കടലും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വ്യൂ ഇവിടെ നമുക്ക് കിട്ടും. എനിക്ക് വിഷ്വലി കാണുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് ഇത്രയും ദൂരെ തന്നെ നല്ലൊരു ഫീല് നമുക്ക് കിട്ടും കാണുമ്പോഴേ. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ നിന്ന് ആളുകൾ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴി കൂടി ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. ഇവിടുത്തെ ഗൈഡായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇവിടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ ഗൈഡും കാര്യങ്ങളായിരിക്കും. അവരിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ആളുകളെ കൊണ്ടുപോവുക. പിന്നെ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റും കൂടെ വെച്ചിട്ടായിരിക്കും താഴേക്ക് ഇറങ്ങുക. ഇതുവഴി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ വളർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കൂടി തടിയും കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റെപ്പാണ് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ ഒഴുകി വരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഇതിൻ്റെ പണികൾ നടക്കുന്ന സ്ഥലമാണ് ഇനിഷ്യലി. എന്തെങ്കിലും ഡാമേജസ് വരുന്ന സാധനങ്ങളോ ഒക്കെ പിന്നെ രണ്ടാമത് റിമേക്ക് ചെയ്യുന്നത് ഇവിടെ. അതുപോലെ പുതുതായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ. ഇതാദ്യം ഇവർ തടിയേൽ ഈ സംഭവം ഇങ്ങനെ വരയ്ക്കും. വരച്ചതിന് ശേഷം അതേ നിന്ന് കൊത്തിയെടുക്കുക ചെയ്യും. ഇതുണ്ടോ? ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം ലേഡീസാണ് കേട്ടോ. സെയിം ടൈം ടൂറിസ്റ്റിന് മനസ്സിലാവുകയും ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. രണ്ടാമത് ഇവിടുത്തെ പണിയും നടക്കും. ടൂറിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് ഈ ടെമ്പിളിൻ്റെ ഒരു ചെറിയ മോഡലാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഓരോ തടിയുടെ പീസുകൾ എങ്ങനെയാണ് ഒരു ജോയിൻ ചെയ്യുന്നത് അതൊക്കെയാണ് അതിനകത്തുള്ളത്. വേറൊരു സംഭവം കാണിച്ചിരാമേ.
ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന വെടിക്കെട്ട് ഫ്രെയിമുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുക്കിനകത്തുള്ളത്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫ്രെയിമിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ നല്ല സൂപ്പറായിട്ട് ഫോട്ടോ എടുക്കാം എന്നുള്ള ഏകദേശം ഐഡിയ കിട്ടും. So welcome to Sanctuary of Truth Museum Discovering World Peace. Inside and out of the museum we have overall 170 people supporting the museum. Like 2 or 3 woods, pieces of wood to join them together, and most of the times they only use the glue to hold it stronger. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വന്ന് കയറാനുള്ള സംഭവമുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ മറ്റേ ബോട്ടയിലൊക്കെ വന്ന് ഇറങ്ങുവാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ ഇങ്ങനെ കോട്ടയുടെയൊക്കെ വാതിൽ പോലൊരു വാതിലൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുവാണ്ടോ. The fire element represented by the dragon breath of fire, the volcano in our body is our temperature. Metabolism is really beautiful. So everyone right here. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഇങ്ങനെ നടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ ഏരിയ മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ ആ ഒരു ചെറിയ ഏരിയയ്ക്ക് തന്നെ ഒരുപാട് പണികളുണ്ട്. ഇത്രയും ഒരു ചെറിയ ഏരിയ ചെയ്യാൻ തന്നെ ഒരു എന്തുമാത്രം സമയം എടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ എങ്ങോട്ട് നോക്കിയാലും കൊത്തുപണികളാണ്. അതിൻ്റെ മുകളിലായാലും താഴെയായാലും എല്ലായിടത്തും. The tiger is on top of that planet. And like they said, the tiger is always angry devouring the prey. And every person is. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ കാണിച്ചു തരാമേ. ഇവിടെ നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴേ അവിടെ ആ നേരെ മരത്തിൻ്റെ ബാക്കിലായിട്ട് 2-3 ആനകളെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ മരത്തിൻ്റെ മറവുള്ളതുകൊണ്ട് കൃത്യമായിട്ട് കാണത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ടെമ്പിളിന് വേണ്ടി എന്തുമാത്രം മരമായിരിക്കും ഇവർ വെട്ടിയിട്ടുണ്ടാവുക. അത്രയും തടി ഇതിനകത്തുണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴും തടി ഇങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും ഇങ്ങനെ പണി തീർത്ത് പോയിക്കൊണ്ടിരിക്കുക. ഗണപതി ഭഗവാന്റെ തടിയിൽ തീർത്ത പ്രതിമയാണ് കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യക്കാരുടെ ഭാഷകൾ സംസാരിക്കുന്ന പല ഗൈഡുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ പോകുന്നത് ഒരു കൊറിയൻ ഗ്രൂപ്പാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചൈനീസ് ഗ്രൂപ്പ് പോയിട്ടുണ്ട്. ഈ പോകുന്നത് ചൈനീസ് ഗ്രൂപ്പാണ്. സോ അവർക്ക് മനസ്സിലാവാനായിട്ട് അവരുടെ ഭാഷയിൽ ഇവർ കാര്യങ്ങൾ ഡെസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗൈഡാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേസിങ് ആണ് കേട്ടോ. ഇതിൻ്റെ വർക്ക് എത്ര നാൾ പണിപ്പെട്ടിട്ടായിരിക്കും ഇവർ ഇത്രയും വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മളിവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് പോകും. അതുപോലെ കൊത്തുപണികളാണ് ഇതിനകത്തുള്ളത്. നമ്മളിങ്ങനെ ഒരു ഫ്രെയിമിൽ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീരില്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇവിടം വരെ ഉള്ളതേ ഇതിൽ കയറിയിട്ടുള്ളൂ. ഇനി മുകളിലേക്ക് ഇതായത് കണ്ടോ, എത്ര ഏരിയയിലൊക്കെ ഇനി കവർ ചെയ്യാനുണ്ട്. ഇതെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല ഹിന്ദു ഗോഡ്സും ഇതിനകത്ത് പ്രതിമകളായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഹിന്ദു ഗോഡ്സിൻ്റെ, നമ്മുടെ നാട്ടിലെ ഹിന്ദു ഗോഡ്സിൻ്റെ പ്രതിമകൾ ഇതിനകത്തുണ്ട്.
പിന്നെ അതുപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നാട്ടിലെ വിനായകൻ്റെ പ്രതിമയുണ്ടായിരുന്നു, ലക്ഷ്മി ദേവി. പക്ഷേ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ നേരത്തെ ഇവിടെ നമ്മുടെ ചോള ഡൈനാസ്റ്റിയൊക്കെ ഇവിടെ ഭരിച്ചിരുന്നല്ലോ. സോ അപ്പോൾ നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതാകാനാണ് കൂടുതലും സാധ്യത. അങ്ങനൊരു ഹിസ്റ്ററി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പാഞ്ചാം എന്ന് പറഞ്ഞൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. സോ ഈ സിംഗപ്പൂര്, മലേഷ്യ, തായ്ലൻഡ് ഇതുമായിട്ടൊക്കെ ഇന്ത്യ ഉൾപ്പെടെ കണക്റ്റഡ് ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെയും നമ്മുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതാകാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മളുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഇവരുടെ കൾച്ചേഴ്സും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രൽ വരുന്നത് ഇങ്ങോട്ടേക്ക് ഷൂ ഇട്ട് കയറാൻ പറ്റില്ല. കാരണം ഇത് അവർ ഡിവൈനായിട്ട് കാണുന്ന പ്ലേസ് ഒക്കെയാണ്. അവരുടെ വർഷിപ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെയാണ്. അതിലെന്തൊക്കെയോ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ഭാഷയൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ കണ്ടു തീർക്കാനായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ഏരിയയും നമ്മൾ കണ്ടു തീർത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. കാരണം അതുപോലെ ഇതിനകത്ത് കണ്ടു തീർക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഈ ഒരൊറ്റ തൂണ് മാത്രം നോക്കിക്കേ, ഇതിൽ എന്തുമാത്രം കൊത്തുപണിയുണ്ടോന്ന്. ഈ ഒരൊറ്റ തൂണ് മാത്രം ചെയ്തെടുക്കാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ൂട്ടില്ലേ ഇതിൻ്റെ മൂലക്കോട്ട് വരുമ്പോഴേ വേറെ ഒരു പ്രതിമ കാണിച്ചു തരാമേ. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പില്ലേഴ്സ് ഇങ്ങനെ കൊത്തോണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇട്ടേക്കുന്നതല്ല, ഇതിലൊക്കെ ഇനി ഇതുപോലത്തെ കൊത്തുപണികൾ വരാനുള്ളതാണ്. സോ ആ ബാക്കി കാണുന്ന പില്ലറുണ്ടോ, ഈ പില്ലറുണ്ടോ, ഈ പില്ലർ പോലെ ഇനി ചെയ്യാനുള്ളതാണ് ഇതൊക്കെ. അതായത് ഇതിൻ്റെയൊക്കെ പണികൾ ഇങ്ങനെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ ഈ പില്ലർക്ക് അതുപോലെ തന്നെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടു തീർത്തു. ഇനിയിപ്പോൾ അടുത്ത പോകുന്നത് നോങ്നൂച്ച് വില്ലേജിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ അറൗണ്ട് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നോങ്നൂച്ച് വില്ലേജിലെ കാഴ്ചകളാണ് ഇനി നമുക്ക് വരാനുള്ളത്. നമ്മളങ്ങനെ നോങ്നൂച്ചിനുള്ളിലേക്ക് കയറുവാണ്ടോ. നമ്മൾ കയറി വരുന്ന വാതിൽ തന്നെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് അവരിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കയറി വരുന്ന വാതിൽക്കൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഷോയ്ക്കാണ് പോകുന്നത്. ആ ഷോ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എലിഫൻറ്റ് സഫാരി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു റൗണ്ട് ഫുള്ള് ഇതിനകത്തോടെ വട്ടം കറക്കിയിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ കയറി പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ വളരെ അട്രാക്റ്റീവായ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വഴി കൂടിയേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കയറുന്ന വഴിക്ക് ആളുകളുടെ കണ്ണ് ഇതിൽ പതിയുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ്.
അടുത്തത് നമ്മൾ അവിടുന്ന് നേരെ എലിഫന്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ചെറിയ ടിപ്പ് നമ്മൾ കൊടുത്താൽ മതി, അതിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനയുടെ കൂടി ഇങ്ങനെ നല്ല സൂപ്പർ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഈ കുട്ടിയാനകളുടെ സംഭവമൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അതുങ്ങളും കുട്ടികളല്ലേ, അപ്പം അതിൻ്റെ ഈ കുസൃതിയും സംഭവമൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഇത് കണ്ടോ, ആനകളുടെ ഗുണ്ടാപ്പിരിവ് കാണിച്ചു തരാം. ടിപ്പ് മേടിക്കുവാണ്ടോ, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പഴമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് വേണേൽ നമുക്ക് ആനയ്ക്ക് ഫീഡ് ചെയ്യാം. എന്ത് ട്രെയിനിലെ വെൽ ട്രെയിൻഡാ, എല്ലാ ദിവസവും ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കല്ലേ. നിങ്ങളിങ്ങനെ ആനയ്ക്ക് ടിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആനകൾ തന്നെ വന്നിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകട്ടോ. അങ്ങനെ ഷോ തുടങ്ങാനുള്ള സമയമായിട്ടോ. ചെറുതും വലുതുമായിട്ട് ഒരുപാട് ആനകളുണ്ട് കേട്ടോ ഇതിനകത്ത്.
Just one more. Bring it to it. That's intense strong. One dog. Play it. അതിനകത്ത് ടിപ്പ് ഇടാൻ അടുത്ത ആള് വന്നു. ആനകളുടെ ഫുട്ബോൾ മത്സരമാണോ? ഈ ഫുട്ബോൾ മത്സരത്തിനേക്കാൾ ഹിറ്റ് ഇതിന്റെ സൈഡിൽ നിൽക്കുന്ന 4 കുട്ടിയാനകളെ കണ്ടോ? ചിയർ ഗേൾസ് ആണ്. നല്ല രസമുണ്ടോ നിങ്ങൾ കാണിക്കുന്നതാണ്? അങ്ങനെ നമ്മൾ നൂങ്നൂച്ചിലെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ഇതൊരു ഇലക്ട്രിക് ബഗ്ഗിയാണ്. ഇലക്ട്രിക് ബഗ്ഗിയിലാണ് നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക. നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്ത് തന്നെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. കുറേ ഗാർഡന് സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ഈ ഒരു സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ 2 സൈഡ് നോക്കിയാൽ കാണാനായിട്ട് നല്ല രസമാണ്. ഈ സ്ഥലത്ത് മെയിൻലി വരുന്നത് ദിനോസറുകളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരുപാട് ജീവികളാണ്. അതായത് ദിനോസറുകൾ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ജുറാസിക് പാർക്കിനകത്ത് കാണുന്നത് വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. ഒരു 5-6 ടൈപ്പ് ദിനോസറുകളെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ 100 കണക്കിന് ദിനോസറുകളുടെ സ്പീഷീസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റേ കള്ളിമുൾച്ചെടിയില്ലേ, അതിൻ്റെ വേറെ എന്തോ ഒരു ടൈപ്പ് വകഭേദമാണ്. പക്ഷെ ഇതിൽ നിറച്ചും മുള്ളാണ്. പക്ഷെ അത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ ട്രാമുകൾ നമ്മളിവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അതിനുശേഷം നമുക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. സോ ഇവിടുന്ന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ ഡൈനോസോഴ്സിൻ്റെയൊക്കെ ഒരുപാട് പ്രതിമകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ദിനോസറുകളൊക്കെ ഇത്രയും വെറൈറ്റീസ് ലോകത്തുണ്ടായിരുന്നു എന്നുള്ളതേ. ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈപ്പ് ഡിനോസറുകളുടെയും അത് പല കളറ് പല രൂപത്തിലുള്ള പ്രതിമകൾ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മറ്റേ എനിക്ക് തോന്നുന്നു മീനുകളെ പിടിക്കുന്ന ടൈപ്പ് ദിനോസറുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാം വായിൽ മീനുകളുണ്ട്. ചിലപ്പോൾ ഓരോ ദിനോസറുകൾക്കും ഓരോ ടൈപ്പ് ഫുഡായിരുന്നിരിക്കും. നമ്മളാകെ ജുറാസിക് പാർക്കിൽ മാത്രമേ ദിനോസറിനെ കണ്ടിട്ടുള്ള ഒരു നമുക്കുള്ളൂ. ഇത് കൊള്ളാം കേട്ടോ, നല്ല കളർഫുൾ ദിനോസർ. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതാണ്ട് മറ്റേ ജുറാസിക് പാർക്കിനകത്ത് കാണിക്കുന്ന ടൈപ്പ് മറ്റേ പറക്കുന്ന ടൈപ്പ് കുഞ്ഞു ദിനോസറുകൾ കൊള്ളാട്ടോ. ഒന്ന് ഇത്രയും വലിയ പല്ലൊക്കെ ഉണ്ടായിരുന്നിരിക്കും ദിനോസറുകൾക്ക്. ഒരു ദിനോസറിൻ്റെ തലയാണ് കേട്ടോ. പെരുമ്പമ്പോ ഒന്നുമില്ലേ. ഇനി ഒരു പക്ഷേ ഇതിന്നായിരിക്കും നമ്മുടെ ജിറാഫുകളൊക്കെ ഉണ്ടായത്. മീൻ ദിനോസറിനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. വെറൈറ്റി. ഇതിങ്ങനെ നടന്ന് കണ്ടാലും തീരില്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ സംഭവങ്ങൾ ഇതിനകത്ത് കാണാൻ വേണ്ടി ഇങ്ങനെ കിടക്കുവാണ്. ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ നടന്നാലും നമ്മൾ തീരില്ല. ഒരുപാട് ഏരിയ ഇതിനകത്ത് നമുക്ക് കണ്ടു തീർക്കാനായിട്ടുണ്ട്. അരാപ്പയ്മയുടെ മുത്തച്ഛനാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, അരാപ്പയ്മയുടെ ഒരു ഫേസ് കട്ടൊക്കെ ഇല്ലേ മുഖം കണ്ടു കഴിഞ്ഞാൽ. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ സിംഗപ്പൂരിൽ ഇരിക്കുന്ന മെർലൈൻ സ്റ്റാച്യൂവിൻ്റെ ഒരു രീതി, ആ ഒരു രീതിയിൽ. ഒരു കോമഡി കാണിച്ചു തരാവേ. ഈ ദിനോസറിൻ്റെ വായിക്കത്തുണ്ടോ? ഇതുണ്ടോ, കിളി കൂട് കൂട്ടിയേക്കാണ്. ഇത്രയും ധൈര്യം ചാൾസ് ലോബരാജ് പോലും കണ്ടിട്ടില്ല എന്ന്. എന്ത് ഹൈറ്റ് ആയിരിക്കും ഒന്ന് ആലോചിക്കും. നമ്മൾ ആ വലിയ ദിനോസറിനെ നോക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലിൻ്റെ അത്രയും ഹൈറ്റ് പോലും നമുക്കില്ല. അപ്പോൾ ഇത്രയും കിളരവും കൂടെ വരുമ്പോഴത്തേന് എന്തൊരു ഭീകര രൂപികളായിരുന്നിരിക്കും. ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരണം. ഒരുപാട് ഫോട്ടോ എടുക്കാനും സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഒരു ഗ്രൂപ്പുകളൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം ദിനോസറുകളുടെ മുമ്പിൽ നിന്നിട്ട്. ഇതോ ആ ദിനോസറൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജുറാസിക് പാർക്കിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര വെറൈറ്റി സംഭവങ്ങളല്ലേ. ഇതിനിടയ്ക്ക് സ്പീക്കർ വെച്ചിട്ട് ഈ ദിനോസറിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്നറിയില്ല, പക്ഷെ അത് ഭയങ്കര രസമാണ്. നമുക്കാ ഒരു ഫീല് കിട്ടും.
ശരിക്കും ഇത്രയും ടൈപ്പ് ദിനോസറുകളൊക്കെ ജീവിച്ചിരുന്ന കാലം എന്ന് പറയുമ്പോൾ എന്ത് ഭീകരമായിരുന്നിരിക്കും. ഓ, നമ്മളെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്തെത്തിക്കും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ടോണി ജെയുടെ സിനിമയ്ക്കകത്തുള്ള കൂട്ട് അമ്മാതിരി വലിയ കൊമ്പുള്ളൊരു ആനയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇതുപോലെ വെറൈറ്റി കാറുകളുടെ ഒരു വമ്പൻ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒത്തിരി സംഭവങ്ങളുണ്ട്. നമ്മളിത് വീഡിയോയ്ക്കകത്ത് കാണുമ്പോഴേ ടോയ് കാർ പോലെ ഇരിക്കും, പക്ഷേ ടോയ് കാറല്ല കേട്ടോ, ഒറിജിനൽ കാറാണ്. ഇതായിരിക്കുന്ന ഓറഞ്ച് ഉണ്ട്, നമ്മുടെ പബ്ജിക്കകത്ത് കാണിക്കുന്ന ബഗ്ഗി ഇല്ലേ, ബഗ്ഗി. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ.